ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ട്രാവൽ വ്ളോഗായിട്ടാണ്. കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാനുള്ളത് കോട്ടയം ജില്ലയിലെ അയർക്കുന്നം എന്ന സ്ഥലത്തിനടുത്തുള്ള, കറക്റ്റായിട്ട് പറഞ്ഞാൽ നീരിക്കാട് എന്ന സ്ഥലത്തുള്ള തണലോരം എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടിലാണ്. എൻ്റെ വീട് കോട്ടയമാണ്. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലം ഉള്ളതായി അറിയുന്നതും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതും. വണ്ടി ഇറങ്ങി കുറച്ച് നടക്കുമ്പോൾ തന്നെ തണലോരം എന്നെഴുതിയിരിക്കുന്ന ബോർഡ് കാണാൻ പറ്റും. കോട്ടയം ജില്ലയിൽ ഒരുപാട് നല്ല അറിയപ്പെടാതെ പോയ സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഇതും. സ്വന്തമായി വാഹനമുള്ളവർക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണിത്. ബസ്സിന് വരുന്നവർക്ക് അയർക്കുന്നത്ത് നിന്നോ അതുമല്ലെങ്കിൽ ഏറ്റുമാനൂരിൽ നിന്നോ പൂവത്തുമൂട് എന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് വന്നിറങ്ങാവുന്ന ദൂരത്തിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. പൂവത്തുമൂട് എന്ന സ്ഥലത്ത് നിന്ന് 50 രൂപയാണ് ഓട്ടോ കൂലിയാവുന്നത്. ഇവിടെ ഇപ്പോൾ എൻട്രി ഫീസ് ഒന്നുമില്ല. കുറച്ച് പച്ചപ്പും ഹരിതാപയും ഒക്കെ ഇഷ്ടമുള്ളവർക്കും പീസ്ഫുള്ളായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒട്ടും മടിക്കാതെ വന്നു ചേരാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഹരിത കേരളം മിഷനും ജലസേചന വകുപ്പും വനം വകുപ്പും കൂടെ ഒന്നിച്ചുള്ള ഒരു ചെറിയ പ്രോജക്റ്റാണിത്. 2019 മുതൽ ഇവിടെ ആൾക്കാർ വരാറുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും ആയിട്ടില്ല. ഇവിടെയുള്ള നാട്ടുകാർ ചേർന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയ ഷോപ്പ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. തണുത്ത വെള്ളവും ചെറിയ സ്നാക്സ് ഐറ്റംസുമാണ് ഇപ്പോൾ ഇവിടെ വിൽക്കുന്നത്. മീനച്ചിലാറിൻ്റെ കരയിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇല്ലിക്കമ്പുകൾ ഇവിടെ നട്ടുച്ചയ്ക്ക് പോലും നല്ല തണുപ്പ് തരുന്നു. അതുകൊണ്ട് തന്നെ തണലോരം എന്ന പേര് തന്നെയാണ് ഈ ഒരു സ്പോട്ടിന് ഏറ്റവും അനുയോജ്യം. കുറച്ചധികം ദൂരത്തോളം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ഇല്ലിക്കാടുകൾ തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി. ഞങ്ങൾ ഇനി ഇത് വികസിപ്പിച്ചാണ് ഞങ്ങളുടെ നാടിന് പ്രസക്തി ഉണ്ടാക്കുന്നത്. പിന്നെ ഒന്നുകൂടെ പറയുന്ന ഏറ്റുമാനൂർ ആറാട്ട് കുളിക്കുന്ന അവിടെ നിന്ന് 1.5 കിലോമീറ്റർ വീട്ടിലുള്ള നമ്മൾ തിരുവഞ്ചൂർ 2-3 സ്ഥലങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കും. നമ്മൾ ഇരുമ്പിന്റെ ബെഞ്ച് പോലും ഉണ്ടാക്കാത്ത. ഫുഡ് ഐറ്റംസ് കിട്ടുന്ന കടകളില്ലാത്തതുകൊണ്ട് തന്നെ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ വന്ന് കഴിക്കുന്ന ഒരുപാട് പേരെ കണ്ടു. ഇപ്പം നല്ല വൃത്തിയിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. വേണ്ടത്ര വികസനം ആവാത്തതുകൊണ്ട് തന്നെ ഡസ്റ്റ്ബിൻസോ മറ്റെന്തെങ്കിലും വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമോ ഇപ്പോൾ ഇവിടെയില്ല. അതുകൊണ്ട് ഫുഡ് ഐറ്റംസോ അതുപോലെ വെള്ളമോ ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നവർ വേസ്റ്റ് ഇവിടെ കളയാതെ തിരിച്ചു കൊണ്ടുപോയാൽ ഈ ഒരു വൃത്തി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാലക്രമേണ വികസനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇല്ലിക്കമ്പുകൾക്കിടയിൽ കുറച്ചധികം ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇല്ലിക്കമ്പുകൾ കൊണ്ട് തന്നെ ഇരിപ്പിടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. സേവ് ദി ഡേറ്റ്, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്നിവയ്ക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണിത്. മീനച്ചിലാറിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന തടികളിലും മറ്റും ഇരുന്ന് ചൂണ്ടയിടാനും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹിച്ച് വരുന്നവർ അവരുടെ സേഫ്റ്റി കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. സെക്യൂരിറ്റി ഗാർഡ്സോ വേറെ റെസ്ട്രിക്ഷൻസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർ അവരുടെ സേഫ്റ്റി ഉറപ്പാക്കണം. ഇത്രയും ചൂടുകാലത്ത് പോലും നട്ടുച്ചയ്ക്ക് നല്ല തണുപ്പ് തരുന്ന വേറെ ഒരു സ്ഥലം കോട്ടയം ജില്ലയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. മീനച്ചിലാറിൻ്റെ കരയിൽ തന്നെ 1-2 വള്ളങ്ങൾ കിടക്കുന്നത് കണ്ടു. ഇവിടെ വള്ളത്തിൽ കയറി സവാരി ഉള്ളതാണോ എന്നറിയില്ല. ഞങ്ങൾ പോയത് നട്ടുച്ച നേരത്തായിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, വള്ളത്തിൽ പോകുന്ന ആരെയും കണ്ടില്ല. അതിനെപ്പറ്റി അറിയാവുന്നവരോ അല്ലെങ്കിൽ അവിടെ വള്ളത്തിൽ പോയിട്ടുള്ളവരോ ഒക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ കോട്ടയത്തുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കൂടെ കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.